സഹോ KG ശിവാനന്ദൻ AITUCയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയാണ്. ഇതിനുവേണ്ടി രൂപീകരിച്ച സഹോ TK സുധീഷ് AITUCയുടെ ജില്ലാ സെക്രട്ടറിയാണ്. സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനറാണ്. നിങ്ങൾക്കറിയാം, ജില്ലാ പഞ്ചായത്തിൻ്റെ പുതിയ വൈസ് പ്രസിഡൻ്റാണ്. സഖാവ് VS പ്രിൻസ് AITUCയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റാണ്. സ്വാഗത സംഘത്തിൻ്റെ ട്രഷററാണ്. നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നിങ്ങൾക്കെല്ലാം അറിയുന്ന സഖാവാണ്. ശിവാനന്ദൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഞങ്ങൾ 3 ദിവസമായിട്ട് ജൂൺ 1 മുതൽ 3 വരെ 3 ദിവസമായിട്ടാണ് AITUCയുടെ ഓൾ ഇന്ത്യ ജനറൽ കൗൺസിൽ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും വിവിധ ട്രേഡ് യൂണിയനുകളെ, ഓൾ ഇന്ത്യ ഫെഡറേഷനുകളെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന സഖാക്കളാണ് ജനറൽ കൗൺസിൽ അംഗങ്ങൾ. എല്ലാ സ്റ്റേറ്റിലും, ജമ്മു കാശ്മീർ ഉൾപ്പെടെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുള്ള മെമ്പർമാർ ഇതിൽ കൗൺസിൽ അംഗങ്ങളാണ്. എല്ലാ തൊഴിൽ മേഖലയിലും, പബ്ലിക് സെക്ടർ, സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, പിന്നെ ഓർഗനൈസ്ഡ്, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള എല്ലാ മേഖലകളിലും ഏറ്റവും പുതിയ ഗിഗ് വർക്കേഴ്സ് ഉൾപ്പെടെ, ഏറ്റവും പുതിയ തൊഴിൽ മേഖലയായ ഗിഗ് വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന അംഗങ്ങളാണ് ജനറൽ കൗൺസിലിലുള്ള വിവിധ സ്റ്റേറ്റുകളിലെ നേതാക്കന്മാരാണ്. അവരെല്ലാം 3 ദിവസം ഇവിടെ പങ്കെടുക്കും. അതിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഞങ്ങൾ ആ തന്ന നോട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ പരിപാടികൾ തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അത് 22-ാം തീയതി ആരംഭിക്കും. 22-ാം തീയതി ഇതിനൊരനുബന്ധമായി ഒരു തൊഴിലാളി ചരിത്ര സമ്മേളനം തൃശ്ശൂർ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയനുകളിലൊന്നായ പീഡിക തൊഴിലാളികൾ ആദ്യമായി സംഘടിച്ച ഒരു പട്ടണമാണ് തൃശ്ശൂർ. ആ യൂണിയൻ്റെ പേരാണ് ലേബർ ബ്രദർഹുഡ് എന്നാണ്. അന്ന് അവർ 1930കളുടെ കാലഘട്ടത്തിലാണ് ഇവിടെ 12, 14, 16 മണിക്കൂർ ജോലി നിലനിൽക്കുന്ന കാലത്താണ് തൃശ്ശൂരിൽ കേരളത്തിൽ ആദ്യമായിട്ട് രൂപീകരിച്ച ആലപ്പുഴയിലെ യൂണിയനുകൾ രൂപീകൃതമായത്. തുടർച്ചയായിട്ട് രൂപീകരിക്കപ്പെട്ട യൂണിയൻ വലിയ ചരിത്രമുള്ള യൂണിയനാണ്. ആ യൂണിയൻ്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ മെയ്ദിന റാലി കേരളത്തിൽ തൃശ്ശൂരിലാണ് നടന്നത് 90 വർഷം മുമ്പ്. അപ്പോൾ അതൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തൊഴിലാളി ചരിത്ര സമ്മേളനം 22-ാം തീയതി ഞങ്ങളുടെ പരിപാടി ആരംഭിക്കും. 22-ാം തീയതിക്ക് മറ്റൊരു പ്രത്യേകത കൊണ്ടുണ്ട്. AITUCയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ്റെ പ്രസിഡന്റ്, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി നേതാവായ SA ഡാംഗയുടെ ദിനം കൂടിയാണ് അന്ന്, മെയ് 22. അന്ന് ഞങ്ങളുടെ പതാക ദിനമാണ്. കേരളം മുഴുവൻ പതാക ഉയർത്തിക്കൊണ്ട് അന്നാണ് ഈ ചരിത്ര സമ്മേളനം തൃശ്ശൂർ നടക്കുന്നത്. നിങ്ങളെല്ലാം പങ്കെടുക്കണം. ഒരു ചെറിയ കുറിപ്പ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഹിസ്റ്ററിയെക്കുറിച്ച്. അപ്പം അത് നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ആ കുറിപ്പ് തരുന്നുണ്ട്. നാളെയാണ് ഈ സമ്മേളനം. നിങ്ങൾക്കും കുറേ പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നതാണത്. അപ്പോൾ ലേബർ ബ്രദർഹുഡ് അതിൻ്റെ ഒരു ആസ്ഥാനമാണ് തേക്കിൻകാട് മൈതാനം. തേക്കിൻകാട് മൈതാനത്ത് ഒരു പ്രസംഗ പീഠം, ഒരു കോർണറിൻ്റെ പേര് ലേബർ കോർണർ എന്നാണ്. ലേബർ കോർണർ തെക്കേ നടയുടെ 25-30 മീറ്റർ കിഴക്ക് മാറി ലേബർ കോർണർ. ഇതൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആ ചരിത്രമൊക്കെ ഒന്ന് വീണ്ടും പുതിയ തലമുറയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന കുറച്ച് പരിപാടികൾ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ 31-ാം തീയതി സ്ത്രീകളുടെ മാത്രമായിട്ടൊരു സമ്മേളനം വെച്ചിട്ടുണ്ട്. 31-ാം തീയതി ആ സമ്മേളനത്തിൽ മുഖ്യമായും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട
ഭരണഘടനയുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ അവകാശങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകളുടെ പദവി, സ്ത്രീകളുടെ പുതിയ നിയമസഭാ പാർലമെൻറ്റ് അംഗത്വം ഉൾപ്പെടെയുള്ള പുതിയ നിയമങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സ്ത്രീകളുടെ സമ്മേളനമാണ് 31-ാം തീയതി ഫുൾ ഡേ സമ്മേളനമാണ്. ആ സമ്മേളനം ഞങ്ങളുടെ പേരുകളൊന്നും ഓരോരുത്തരും പറയുന്നില്ല. അതൊക്കെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സ്, പല മേഖലയിലുള്ളവരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അതിനകത്ത് 1-ാം തീയതി രാവിലെ സമ്മേളനം ആരംഭിക്കും. അത് വളരെ വലിയൊരു തൊഴിലാളി സമ്മേളനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ജനറൽ കൗൺസിൽ അംഗങ്ങൾക്ക് പുറമെ കേരളത്തിലുള്ള എല്ലാ മേഖലയിലുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തകരും പങ്കെടുക്കും. ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉച്ചവരെ, അത് കഴിഞ്ഞ് അതിൻ്റെ ബിസിനസ്സാണ്, ചർച്ചകൾ, കാര്യങ്ങൾ. 2-ാം തീയതി വൈകുന്നേരം ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സമ്മേളനം, ആൻറ്റി ഇംപീരിയലിസ്റ്റ് എന്ന് പറയുന്ന ഒരു യുദ്ധവിരുദ്ധ സമ്മേളനം. യുദ്ധം അതിൻ്റെ ഏറ്റവും വിനാശം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കെടുതികളൊക്കെ അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ തൊഴിലാളികളാണ്, പണിയെടുക്കുന്നവരാണ്. യുദ്ധത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സമ്മേളനം ഒരു നാഷണൽ കോൺഫറൻസ് ആയിട്ടാണ് നടത്തുന്നത് 2-ാം തീയതി. വളരെ പ്രാധാന്യമുള്ളൊരു സമ്മേളനമാണ്. ഇതാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന പരിപാടികൾ. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഞങ്ങളുടെ ഈ നോട്ടിനകത്തില്ല. നോട്ടിൽ ഇതിൻ്റെ ചർച്ച ചെയ്ത വിഷയമുണ്ട്. പ്രോഗ്രാം എല്ലാം ഞങ്ങളിതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വായിക്കണം. 4 ഓൺലൈനിലുള്ള പ്രഭാഷണങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. 4 പ്രഭാഷണങ്ങൾ അതെല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ ഓൺലൈൻ സൗകര്യം, നമ്മുടെ പുതിയ സോഷ്യൽ മീഡിയ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യ അവകാശങ്ങളും, ഭരണഘടനയും ഇന്ത്യൻ പാർലമെൻറ്റും, ഇന്ത്യൻ ഭരണഘടനയും സാമൂഹ്യ നീതിയും, ഇന്ത്യൻ ഭരണഘടനയും സ്ത്രീ പദവിയും, ഈ 4 വിഷയങ്ങളെക്കുറിച്ചുള്ള അതും ഇതിൻ്റെ സമാന്തരമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. പൊതുവെ ഈ സമ്മേളനം വളരെ പ്രാധാന്യമുണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം തൊഴിലാളികളുടെ 30-ാം തീയതി വിളംബര ജാഥ, അത് ഞങ്ങൾ അഞ്ചുവിളക്കിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അഞ്ചുവിളക്ക്? അഞ്ചുവിളക്കിൻ്റെ പ്രാധാന്യം എന്താണത് നമുക്കൊന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. അഞ്ചുവിളക്കാണ് തൊഴിലാളികളുടെ അന്നത്തെ തൊഴിലാളികൾ സംഘടിച്ച കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ കൈറോഡ് മുതലുള്ള കിഴക്കോട്ടുള്ള അങ്ങാടികളാണ്. അവിടെയാണ് ഈ തൊഴിലാളികൾ പുലർച്ചെ 4 മണി മുതൽ സമ്മേളിച്ച്, പിന്നെ ഈ ലേബർ കോർണറിലാണ് അവർ തടിച്ചു കൂടിയിരുന്നത്. അവിടെ നിന്നാണ് പിന്നീട് പല തൊഴിലിലേക്കൊക്കെ അവർ പോയത്. അപ്പോൾ പീഡിക തൊഴിലാളികൾ ആരംഭിച്ചതേ ഉള്ളൂ. പിന്നെ മുനിസിപ്പാലിറ്റിയിലെ ശുചീകരണ തൊഴിലാളി, ഇപ്പോൾ പറയുന്ന ശുചീകരണ, അന്നത്തെ പേരൊക്കെ വേറെയാണ് ശുചീകരണ തൊഴിലാളികൾ. പിന്നെ പട്ടണത്തിലുള്ള സീതാറാമിൽ ഉൾപ്പെടെയുള്ള പല മേഖലകൾ, വിവിധങ്ങളായ തൊഴിലുകളിലേക്കൊക്കെ വരുന്നത് പിന്നെ അവിടുന്നാണ്. ഒരു ചരിത്രമാണ്, ഒരു പ്രൗഢഗംഭീരമായ തൊഴിലാളി വർഗത്തിൻ്റെ വലിയ അനുഭവ സമ്പത്തിൻ്റെ ഒരു കേന്ദ്രമാണ് അഞ്ചുവിളക്കും. ആ അഞ്ചുവിളക്കിൽ നിന്ന് തുടങ്ങി ലേബർ കോർണറിൽ സമാപിക്കുന്ന ഒരു ചരിത്രം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജാഥ, വിളംബര ജാഥ 30-ാം തീയതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കവർ ചെയ്യണം. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതണം, നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് സമ്മേളനത്തിൻ്റെ മുഖ്യ അജണ്ട 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. മുഖ്യ അജണ്ട മെയ് 8 മുതൽ ലേബർ കോഡുകൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ 2019 നിയമം പാസ്സാക്കി തുടങ്ങി. പിന്നീട് 4 ലേബർ കോഡുകൾ പാസ്സാക്കി. ആദ്യത്തെ ലേബർ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ വേതനവുമായി ബന്ധപ്പെട്ട കോഡ് ഓൺ വേജ്. ആ കോഡ് ഓൺ വേജ് നമ്മുടെ മിനിമം വേതനം ഉൾപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ റദ്ദ് ചെയ്ത് കൊണ്ടുവന്ന പുതിയ നിയമം കോഡ് ഓൺ വേജ്. ആ നിയമം പാസ്സാക്കുമ്പോൾ പാർലമെൻറ്റിൽ എതിർക്കാൻ ഞങ്ങൾ ലെഫ്റ്റ് എം പിമാരും DMK എം പിമാരും ഉണ്ടായിരുന്നു. അതിന് കോൺഗ്രസിൻ്റെ എം പിമാർ പിന്താങ്ങി. ഇതൊക്കെ വിസ്മരിക്കപ്പെട്ട് പോകുന്നുണ്ടെന്ന് വീണ്ടും പറയുന്നു. പിന്താങ്ങി ആദ്യത്തെ ലേബർ കോഡിനെ, കോഡ് ഓൺ വേജിനെ പാർലമെൻറ്റിൽ കോൺഗ്രസ് എം പിമാർ പിന്താങ്ങി. പക്ഷെ ഞങ്ങളുടെ ചെറിയ പ്രതിപക്ഷമാണെങ്കിലും ഇളമര കരീം സഖാവ്, വിനയ് വിശ്വൻ സഖാവ് ഉൾപ്പെടെ
അന്ന് പാർലമെൻറ്റിൽ അംഗങ്ങളാണ്. പിന്നെ അതൊരു വലിയ ഫൈറ്റാണ്. നമ്മുടെ 4 കോണൂരിനെതിരായി ദേശീയ പണിമുടക്കുകൾ നടത്തി, ഒരുപാട് സമരം നടത്തി. ആ പ്രക്ഷോഭങ്ങളിലൊക്കെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചവരാണ് ദേശീയ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പത്രപ്രവർത്തകരും നോൺ ജേർണലിസ്റ്റ് വിഭാഗത്തിൽ വരുന്ന കേരളത്തിലെ 2 സംഘടനകൾ വളരെ ആക്റ്റീവായി അതിനകത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് അറിയുന്നതാണ്. നമ്മൾ നടത്തിയ പണിമുടക്കുകൾ, ഒരുപാട് സമരങ്ങൾ നടത്തി. ഏറ്റവും അവസാനം നടത്തിയ പണിമുടക്ക് 2026 ഫെബ്രുവരി 12. അപ്പോൾ ഈ നിയമങ്ങൾ പാസ്സാക്കിയെങ്കിലും നിയമം നടപ്പാക്കണമെങ്കിൽ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കണം. ഇതിലൊന്നും ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. നമ്മുടെ സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും ഒരു ഭാഗം തന്നെയാണ് അതൊക്കെ പ്രസിദ്ധീകരിക്കാൻ. പിന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലെ വലിയ തോൽവി, BJPക്ക് കേന്ദ്രത്തിലുണ്ടായ വലിയ തോൽവി, ആ തോൽവിയെ തുടർന്ന് അധികാരത്തിൽ വന്നെങ്കിൽ വലിയ തോൽവി അവർ നേരിട്ടു പാർലമെൻറ്റിലെ അംഗസംഖ്യയിൽ. അപ്പോൾ അതിനെ തുടർന്നത് വിജ്ഞാപനം ചെയ്യാൻ ചട്ടങ്ങൾ കൊണ്ടുവന്നില്ല. പിന്നീട് അവർ ചട്ടങ്ങൾ കൊണ്ടുവന്നു. ആ ചട്ടങ്ങൾ കൊണ്ടുവന്നാൽ അവർ കരട് വിജ്ഞാപനം ചെയ്തില്ല. പിന്നെ അവർ കരട് വിജ്ഞാപനം ചെയ്തു ഡിസംബറിൽ. ഇപ്പോൾ മെയ് 8-ാം തീയതി എല്ലാ നിയമങ്ങളുടെയും ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാ നിയമങ്ങളും നടപ്പായി. അപ്പം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അതെങ്ങനെയൊക്കെ നമ്മുടെ ഓരോ മേഖലയിൽ വരുന്നു. ഇപ്പോൾ നിങ്ങളുടെ വേജ് കോഡ് പോയി. നേരിട്ട് പറഞ്ഞാൽ നിങ്ങളെ ബാധിക്കുന്നതാണ് പത്രപ്രവർത്തകരുടെ വേജ് കോഡ് നിയമം. പോയി. ആ നിയമം ഇല്ല. ആ നിയമം ഇല്ല. സ്ഥിര തൊഴിൽ അത് ഇല്ലാതെയായി. മിനിമം വേതനം, നമുക്കെല്ലാം മിനിമം വേതനം 26,000 രൂപ നമ്മുടെ ഡിമാൻഡാണ്. 26,000. കേരളത്തിൽ LDF സർക്കാർ 700 രൂപ വരെ എത്തിയിരുന്നു ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 21,000 രൂപ. ഇത് നമ്മളിപ്പോൾ ഡിമാൻഡ് 26,000. ഫെബ്രുവരി 12 പണിമുടക്കിലെ ഒരു ഡിമാൻഡാണത് 26,000. അപ്പം അതെല്ലാം പോയി. ഇനി ഫ്ലോർ വേജ് എടുക്കും. ഫ്ലോർ വേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വേതനം 200 രൂപയുടെ താഴെയാണ് ഏറ്റവും ചെറിയ വേതനം, ഫ്ലോർ വേജ്. ഇനി അതേ ഉള്ളൂ, നിയമതേ ഉള്ളൂ. അപ്പോൾ കോടതി, സുപ്രീം കോടതി, ഹൈക്കോടതിയിലൊക്കെ ലിറ്റിഗേഷൻ പറഞ്ഞാൽ കോർപ്പറേറ്റ് കമ്പനികളാണ് ആ നിയമം അനുസരിച്ച് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ 200 രൂപ താഴേക്ക് പണിയെടുക്കേണ്ടി വരും. ആ സ്ഥിതിയായി. സ്ഥിരം തൊഴിൽ പോയി. ആ തൊഴിലൊക്കെ ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ നിശ്ചിതകാല തൊഴിൽ നിയമമായി. 1 വർഷമാവാം, 6 മാസമാവാം, 2 വർഷമാവാം, മാക്സിമം 3 years. എല്ലാ സാമൂഹ്യ സുരക്ഷാ നിയമങ്ങളും ഇല്ല. ESI ഇല്ല, PF ഇല്ല, ഗ്രാറ്റുവിറ്റി ഇല്ല, മെറ്റേണിറ്റി ബെനിഫിറ്റ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ സമ്പൂർണ്ണമായ അടിമവൽക്കരണം തൊഴിൽ മേഖലയിൽ മെയ് 8 മുതൽ നടക്കും. അടിമവൽക്കരണം വാക്കുകയും പറയണം. അടിമവൽക്കരണം, അടിമയാണ്. കിട്ടുന്ന കൂലിക്ക് പണിയെടുത്ത് കൊടുക്കണം. അപ്പോൾ ജോലി സമയം 8 മണിക്കൂർ. മെയ് ദിനം അപ്രസക്തമായി. അല്ലെങ്കിൽ മെയ് ദിനത്തിൻ്റെ സമരത്തിൽ നമ്മൾ ഉയർത്തിയ ആ മുദ്രാവാക്യം മെയ് ദിനം പ്രസക്തമാവില്ല. അന്നത്തെ ആ സമരത്തിൻ്റെ നമ്മൾ നേടിയെടുത്ത നേട്ടം 8 മണിക്കൂർ ജോലി എന്നുള്ളത് ഈ നിയമം പോലെ ഇല്ല. പക്ഷെ അപ്പോൾ മെയ് ദിനത്തെ കൂടുതൽ കരുത്തോടുകൂടി ആ മെയ് ദിനവും ചിക്കാഗോയിൽ അന്നത്തെ സമരം, രക്തസാക്ഷിത്വം, തൃശ്ശൂരിലെ ആദ്യത്തെ മെയ് ദിന റാലി 7 പേര് പങ്കെടുത്ത റാലി. അപ്പോൾ അതൊക്കെ വീണ്ടും ചർച്ച ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. അപ്പം 8 മണിക്കൂർ ജോലി ഇല്ല. അത് 12 ആണോ 14 ആണോ 16 ആണോ ചർച്ച ചെയ്താൽ മതി. ഇപ്പോൾ രാജ്യത്ത് വലിയ സമരങ്ങൾ വളർന്നു വരികയാണ്. നോയിഡയിൽ, ഉത്തർപ്രദേശിൽ, ഹരിയാനയിൽ, ബീഹാറിൽ, ഡൽഹി, ഈ 6-7 സ്റ്റേറ്റുകളിൽ, മധ്യപ്രദേശ് വലിയ സമരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനോട് നമ്മളെല്ലാം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. വലിയ പിന്തുണയൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. നാളെ ഇതിനേക്കാളും ഭയാനകമായ സാഹചര്യം ഇന്ത്യയിലെ എല്ലാ തൊഴിൽ മേഖലയിലും വരികയാണ്. അതിപ്പോൾ റെയിൽവേയിൽ നടപ്പാക്കി ആരും നിയമിക്കുന്നില്ല. അഥവാ നിയമിച്ചാൽ ഈ ഭരണ അടിമ സ്വഭാവത്തോടു കൂടിയ ബാങ്ക് നിയമനെല്ലാം കഴിഞ്ഞു. അവിടെയെല്ലാം 14 മണിക്കൂർ ജോലി 12-14 മണിക്കൂർ ആയി കഴിഞ്ഞു. ഏറ്റവും വലിയ 2 പൊതുമേഖലാ സ്ഥാപനം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഇതെല്ലാ മേഖലയിലേക്കും കടന്നു വരികയാണ്.
അദാനി എയർപോർട്ടാണ് തിരുവനന്തപുരം എയർപോർട്ട്. അദാനിയുടെ എയർപോർട്ടാണ്. അദാനി എയർപോർട്ടിലുള്ള അവിടെ കാണുന്ന എല്ലാ തൊഴിലാളികളും ചെറിയ കൂലി കിട്ടുന്ന ഈ കരാർ തൊഴിലാളികളാണ്. കരാർ തൊഴിലാളികളാണ് അവിടെ ചെന്നാൽ നിങ്ങൾക്കെല്ലാം അതിന് എല്ലായിടത്തും വ്യാപിക്കുക. അപ്പം അത്തരൊരു സാഹചര്യത്തിൽ നമ്മൾ നടത്തുന്ന സമരം കൂടുതൽ ശക്തിപ്പെടുത്തണം, കൂടുതൽ വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടുവരണം, കൂടുതൽ ഐക്യം ഉയർത്തിക്കൊണ്ടുവരണം, വിപുലമായ യൂണിറ്റി തൊഴിലാളികൾ മാത്രമല്ല എല്ലാ മേഖലകളിലുമായിട്ട്. അതിനിപ്പോൾ ഒരു പരിധി വരെ നമ്മൾ വിജയിച്ചു. ഇന്ത്യയിലെ കർഷകരും തൊഴിലാളികളും ഒന്നിച്ചാണ്. അതൊരു വലിയ ശക്തിയാണ്. അത് ഇനി വലിയ ബഹുജന ശക്തിയായിട്ട് എല്ലാ മേഖലയിലുള്ളവരും ഇപ്പം തന്നെ പിന്താങ്ങുന്നുണ്ട്. യുവജനങ്ങളുടെ പിന്തുണയുണ്ട്, വിദ്യാർത്ഥികളുടെ ഉണ്ട്, സ്ത്രീകളുടെ ഉണ്ട്, എഴുത്തുകാരുടെ ഉണ്ട്, പത്രപ്രവർത്തകരുടെ പിന്തുണ ഞാൻ പറയുന്നില്ല. നമ്മളിതിൻ്റെ ഭാഗമാണ്. നമ്മൾ ഒരുമിച്ച് ഈ പ്രക്ഷോഭങ്ങളിൽ ഉള്ളവരാണ്. അതില്ലാത്തൊരു വിഭാഗമുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും വേണ്ടത്ര കാര്യങ്ങൾ ധരിക്കാത്തവരൊക്കെ ഉൾപ്പെടെ. അങ്ങനെയുള്ള വലിയ വിഭാഗത്തിൻ്റെ ഇടയിലേക്ക് നമുക്ക് പ്രകടനത്തണം, നമ്മുടെ കാര്യങ്ങൾ നന്നായിട്ട് നമുക്ക് പറയണം. ഈ സ്ഥിതിയിലാണ് രാജ്യം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി എന്തെങ്കിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഇന്ത്യയിൽ അസാധ്യമാവും. തൊഴിലാളി പ്രവർത്തനം അസാധ്യമായാൽ 1930കളിൽ കേരളത്തിൽ തുടങ്ങി വെച്ച സംഘടിച്ച് അറിവ് നേടി പോരാട്ടത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോവുക, ഇതാണ് നമ്മൾ പഠിച്ചത്. അതൊക്കെ എല്ലാം തകർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ കോർപ്പറേറ്റുകൾക്കെതിരായി, ഈ സാമ്രാജ്യത്വ മുതലാളിത്ത ഭരണകൂടങ്ങൾക്കെതിരായി വലിയ സമരങ്ങളിലേക്ക് എല്ലാവരെയും തയ്യാറെടുപ്പിക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്തം ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനം എന്ന നിലയിൽ AITUC ആ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൻ്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് ഈ സമ്മേളനം നല്ലവണ്ണം ചർച്ച ചെയ്യും. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി അമർജിത് കൗർ ഇന്ത്യയിലെ ഏറ്റവും ശക്തിയായ ട്രേഡ് യൂണിയൻ ലീഡറാണ്. എല്ലാ പത്രങ്ങളും അവരെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുള്ളത് ഞാൻ പറയുന്നില്ല. ജനറൽ സെക്രട്ടറിയാണ്. ഈ നാഷണൽ യോജിച്ച മൂവ്മെൻറ്റിനെ നയിക്കുന്ന ആളാണ്. AITUC ലീഡേഴ്സ് വലിയൊരു ഐക്യനിര ഉണ്ട്. ഒരു വാക്കുകൂടി ഞാൻ അതിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൽ ഇതേ രീതിയിൽ വലിയ ട്രേഡ് യൂണിയൻ ഐക്യം ഇവിടെ ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അതിൽ ഭരണകക്ഷി പ്രതിപക്ഷമൊന്നുമില്ല, ഒരു പക്ഷമേ ഉള്ളൂ, തൊഴിലാളി പക്ഷം. അപ്പോൾ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ചെയർമാൻ ശ്രീ ചന്ദ്രശേഖരൻ ചെയർമാൻ, CITUവിൻ്റെ ജനറൽ സെക്രട്ടറി സഭ എടമര കരീം അതിൻ്റെ സെക്രട്ടറി, AITUC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അതിൻ്റെ കൺവീനർ. ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി. അത് കഴിഞ്ഞ ഒരു 1.5 വർഷം മുമ്പ് ആ ഐക്യത്തെ കേരളത്തിലെ കോൺഗ്രസ് UDF നേതൃത്വം തല്ലിക്കെടുത്തി, ദുർബലപ്പെടുത്തി. ഇപ്പം ഞങ്ങളുടെ കൂടെ ഒരു വിഭാഗം ട്രേഡ് യൂണിയൻ സംഘടനകളില്ല. ഞങ്ങളൊക്കെ ഐക്യത്തിലും യോജിപ്പിലും സൗഹാർദ്ദത്തിലൊക്കെയാണ്. പക്ഷെ അവരെല്ലാം ഈ ഐക്യത്തെ തകർക്കാൻ വലിയ പരിശ്രമം കേരളത്തിൽ നടന്നു. അതും ഒരു വസ്തുത എന്നുകൊണ്ട് ഞാൻ യോജിപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളെല്ലാം ഇന്ത്യയിലെ എല്ലാ തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഇന്ന് BMS ഒഴിച്ച് ഒന്നിച്ചാണ്. BMSലെ തൊഴിലാളികളും ഞങ്ങൾ ഉന്നയിക്കുന്ന ഡിമാൻഡുകളോടും ഈ വിഷയങ്ങളിലൊന്നും എതിർപ്പുള്ളവരല്ല. പക്ഷെ ഈ ഐക്യ പ്രസ്ഥാനത്തിൽ അവരില്ല. അതുകൂടി നിങ്ങൾ അറിയിക്കുകയാണ്. ഈ സമ്മേളനത്തിന് നല്ല പ്രാധാന്യം, അതിൻ്റെ വാർത്തകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ സഹായിക്കണം. അതിന് കഴിയുന്ന വിധത്തിൽ ഞങ്ങളും ഒരു സംവിധാനമുണ്ട്. വാർത്തകളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരാനുള്ള സുധീഷോടെ പറയുന്നത് ഒരു മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് നാളെ നിങ്ങൾക്ക് ഈ ലേബർ ബ്രദർഹുഡ് എന്താണ്, തൃശ്ശൂരിലെ ആദ്യത്തെ മെയ്ദിന റാലി എന്താണ്, അതിൽ പങ്കെടുത്ത 7 ആളെ പേര് ഉൾപ്പെടെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവരൊന്നും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. അവരുടെ അടുത്ത തലമുറ പിന്നെ തലമുറയ്ക്കായി. പക്ഷെ അതൊക്കെ ഈ പട്ടണത്തിൻ്റെ ഉജ്ജ്വലമായ നമുക്കിന്ന് ഇത്തരം അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉള്ള നമ്മുടെയൊക്കെ അഭിമാനവും അന്തസ്സുമൊക്കെ ഉയർത്തിപ്പിടിച്ച ഒന്നാണ്. ഞാൻ നിർത്തിയിരിക്കും വെച്ചോ.
AITUC ആശാ തൊഴിലാളികൾ, ആശാ വർക്കർമാർ അവരുടെ ഒരു ഡിമാൻഡിനോടും ഞങ്ങൾ എതിർക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിനെ ചെറുതാക്കി കണ്ടിട്ടില്ല. ഞങ്ങളുടെ യൂണിയനാണ് ആശാ വർക്കേഴ്സിൻ്റെ. AITUCക്ക് ഇന്ത്യയിൽ അതിശക്തമായ യൂണിയൻ ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ അത്ര വലിയ യൂണിയൻ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സെക്കൻഡ് നിങ്ങൾ മീഡിയ ചിലപ്പോൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടാവില്ല. ഞങ്ങൾ എത്ര സമരം നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ നടന്ന സമരമല്ലേ, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത് ശ്രദ്ധിക്കുക. ഈ ആശാ വർക്കർമാരത്തോട് VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഒരു ആശാ വർക്കർമാരെ ഒരു ചെറിയ ഓണറേറിയൊക്കെ തീരുമാനിച്ചു. അന്ന് ഞാൻ ആ മന്ത്രിസഭയിൽ അംഗമാണ്. ഞാൻ കൊടുത്ത നിവേദനമാണ്, ഞാനല്ല, കൊടുങ്ങല്ലൂരിലെ മേത്തല പഞ്ചായത്തിലെ ആശാ വർക്കർമാർ 13 പെൺകുട്ടികൾ എഴുതി ഒപ്പിട്ട് കൊടുത്ത നിവേദനമാണ് സംസ്ഥാന ഗവൺമെൻറ്റിലെ ഫയലിൻ്റെ അതിൻ്റെ തുടക്കം. അത് ഞാൻ അതിലൊരു നിമിത്തമാണെന്ന് മാത്രം. 500 രൂപ. ഇപ്പോൾ ആശാ വർക്കർമാർക്ക് കഴിഞ്ഞ LDF സർക്കാർ 3000 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. അതിന് മുമ്പത്തെ സർക്കാർ അതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആശാ വർക്കർമാർക്ക് 3000 രൂപ കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചു. ഇല്ലാതെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. 21,000 രൂപ വർദ്ധിപ്പിക്കുന്നു പറഞ്ഞു, പക്ഷേ 3000 വർദ്ധിപ്പിച്ചുള്ളൂ. എന്നാലും വർദ്ധിപ്പിച്ചു, അതില്ലാന്ന് ആരും പറയുന്നില്ല. ആശാ വർക്കർമാരെ ഞങ്ങളെല്ലാം എടുത്തു ഇതിനെങ്ങനെ പറയുന്നത്? ഈ ആശാ വർക്കർമാരെ സമരം തുടങ്ങിയതിൻ്റെ 2 അല്ലെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ AITUCയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കി എല്ലാ പത്രമാധ്യമങ്ങൾക്കും ഞങ്ങൾ മെയിൽ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ പത്രത്തിൽ പൂർണ്ണമായി അച്ചടിച്ച് വന്നിട്ടുണ്ട്. നിങ്ങളത് കൊട്ടയിലേക്ക് ഇട്ടുണ്ടാകുന്നില്ല, അപ്പോൾ അത് വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. ആശാ അംഗനവാടി സ്കൂൾ പാചകം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ തൊഴിലാളികളാണ്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഡൽഹി മാർച്ച് തന്നെ 3 നടത്തി. ആ 3 മാർച്ചിലും പങ്കെടുത്താണ് ഞാൻ ഈ കഴിഞ്ഞ 5 വർഷത്തിൽ. അതുകൊണ്ട് അത് എതിർക്കാന്ന് പറയണ്ട, അതൊക്കെ ഓരോ വ്യാഖ്യാനങ്ങളാണ്, അങ്ങനെ എഴുതി പിടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ച പോലെ നിങ്ങളെതിരാവണം പറയാൻ പറ്റും. നിങ്ങളെതിരായിരിക്കണം. ഞങ്ങളെങ്ങനെ എതിരാകും? നിങ്ങളുടെ തൊഴിലാളികളുടെ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളല്ലേ പറയുന്നത്, അല്ലേ? പത്രപ്രവർത്തകർക്ക് വേണ്ടി ശബ്ദിക്കുന്നവരില്ലേ ഞങ്ങൾ. പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ പറയണമല്ല, അല്ലാതെ പറഞ്ഞ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞ മൊബൈലിലുണ്ട്. ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞിട്ടില്ല. AITUCയുടെ ഞാനാണ് കേരളത്തിലെ അതിൻ്റെ ഏറ്റവും ചുമതലപ്പെട്ടത് ഈ സഖാക്കളാണ്. ഞങ്ങൾ എവിടെയെങ്കിലും ഒരാൾ ഈ ആശാ വർക്കർമാർക്കെതിരായി ഏതെങ്കിലും ഒരു വാക്ക് പറയാൻ പോലും ചിന്തിക്കില്ല. ഞങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുക? ഞങ്ങളല്ലേ ഈ വർക്കേഴ്സിൻ്റെ കൂടെ നിൽക്കുന്നവർ. ഞങ്ങൾ ഒരു കാര്യം കൂടി 2025 ജനുവരി മാസം 17 ഫയൽ പരിശോധിക്കുക. നിങ്ങളുടെയൊക്കെ പത്രാഫീസിലുള്ള ഫയലുണ്ട്. 2025 ജനുവരി മാസം 17 42,000 തൊഴിലാളികൾ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മുമ്പിൽ എഴുന്നേറ്റി. 42,000. അതിന് മുമ്പ് ഞങ്ങൾ 14 ദിവസം ഞങ്ങളുടെ പ്രസിഡന്റ് TJ ആഞ്ചലോസിൻ്റെ നേതൃത്വത്തിൽ ഇവരെല്ലാം പങ്കെടുത്തുകൊണ്ട് ഞാൻ തെക്കൻ ജില്ലകളിലും കേരളം മുഴുവൻ ഞങ്ങൾ ജാഥ നടത്തി. വലിയ പ്രചരണ ജാഥ. 42,000 ആൾ വെറുതെ തിരുവനന്തപുരത്ത് വരുമോ? അതിന് എന്തോരം അധ്വാനം ഉണ്ടായിട്ട് പിന്നിൽ. അതിലൊരു ഡിമാൻഡ് ആശാ വർക്കർമാർക്ക്, അംഗനവാടി ജീവനക്കാർക്ക് അതിൻ്റെ സ്കീം, അതാണ് ഒന്നിച്ച് പറയുന്നത്, സ്കൂൾ പാചകം. അതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്കീം വർക്കേഴ്സ്. ഞങ്ങളുടെ ഡിമാൻഡ് വായിച്ചു നോക്കി. അത് കേരളം മുഴുവൻ വിളിച്ച് പ്രസംഗിച്ച് നടന്ന് 42,000 ആളെ സെക്രട്ടറിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ആശാ വർക്കർമാർക്കെതിരാണ്. പറയാൻ പറ്റുക? ആശാ വർക്കർമാർക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേജ് എന്ന് പറഞ്ഞാൽ 21,000 രൂപ കിട്ടണം, 700 രൂപ കൂലി കിട്ടുന്നുള്ള ഡിമാൻഡുള്ള സംഘടനയാണ് AITUC. ഇപ്പൊ 26,000 ആക്കി 800 രൂപയാക്കി. അത് വ്യാഖ്യാനിക്കുകയാണ്. അവിടെ ഞങ്ങൾ ആശാ വർക്കർക്ക് എങ്ങനെ എതിരാവാൻ പറ്റുക? അതിനൊരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് പറയണം. മദ്യമുള്ളൂ. കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഒരു ആശാ വർക്കറെ, ആ പുരസ്കാരത്തിൻ്റെ പേര്
കേരളശ്രീ പുരസ്കാരം അല്ലെങ്കിൽ അത് നോക്കിയ പുരസ്കാരത്തിൻ്റെ കേരളശ്രീ കേരള ഗവൺമെൻറ് നൽകിയാണ്. കേരള ഗവൺമെൻറ് നൽകിയ പുരസ്കാരമാണ്. ആ പുരസ്കാരം ഏറ്റുവാങ്ങിയ ആശാ വർക്കർ വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചുരൽമല ദുരന്തം നടന്ന ആ വാർഡിലെ ആശാ വർക്കറാണ്. അവിടുത്തെ ഒരു വാർഡിലെ ആശാ, പേര് ഷൈജ. അവിടെ വയനാട് ചെക്ക് ചെയ്തത് ഷൈജ. ഈ ഷൈജയ്ക്കാണ് കേരള ഗവൺമെൻറ് കേരളശ്രീ പുരസ്കാരത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം കൊടുത്ത് ആദരിച്ചത്. ഈ ഇലക്ഷനിൽ ഷൈജ അവിടെ മത്സരിച്ചു, ജയിച്ചു. പഞ്ചായത്ത് മെമ്പറാണ്, ആശാ വർക്കറാണ്, പഞ്ചായത്ത് മെമ്പറാണ്. അവർ AITUC നേതൃത്വത്തിലുള്ള ആശാ വർക്കേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ്. അപ്പോൾ ആശയൊക്കെ ഞങ്ങളെതിരാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ശരിയാവും. ഞാൻ വസ്തുത പറഞ്ഞാണ്, ചോദിച്ചതുകൊണ്ട്. എന്തായാലും ഷൈജയെ നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ട്. ഞങ്ങളുടെ ഈ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ AITUCയുടെ അഖിലേന്ത്യാ നേതൃത്വം ഷൈജയെ ആദരിക്കുന്നത് അവാർഡ് കിട്ടിയതിനല്ല, മുണ്ടക്കൈ ചൂരമലയിൽ അവർ നടത്തിയ ആ വലിയ പ്രവർത്തനത്തിന് കേരളത്തിലെ ആശാ വർക്കർമാരോടുള്ള ആദരം ചോദിച്ചതിനോട് ഞാൻ വിശദീകരിച്ചു നേടും. അവരെക്കുറിച്ച് അവരൊരു പണവും കാര്യമൊക്കെ തരുന്നുണ്ട്. എല്ലാം മറന്നിരിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കവറേജ് തരണം. വാർത്തയും ചിത്രങ്ങളും കാര്യം നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും സുധീഷിനെയും പ്രിൻസിനെയൊക്കെ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഞങ്ങളും ഒന്ന് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരാനും നിങ്ങളെല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ഒന്ന് വിളിക്കുക, ഞങ്ങളോട് ചോദിക്കുക. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി 30-ാം തീയതി എത്തും ഇവിടെ. ഏത് കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അവർക്ക് സംസാരിക്കാം, ഇൻ്റർവ്യൂ ചെയ്യണം. കാരണം ഏത് അവസരം കിട്ടിയാൽ നമ്മൾ കളയുന്നു. നിങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ അത് അത്ര അനുവദിക്കില്ല എന്നൊക്കെ നമുക്കറിയാം. എന്നാലും കിട്ടുന്നൊരു ഗ്യാപ്പ് നിങ്ങൾ എന്തായാലും ക്യാമറയിലൊക്കെ കാണിക്കാമല്ലോ. അവർ പറയുന്നതെല്ലാം തൊഴിലാളിയുടെ ശക്തിയായിരിക്കും. തൊഴിലാളിക്ക് വേണ്ടി കിട്ടുന്ന ഒരവസരം കളയുന്നു. ബാക്കി ക്ലാസ്സിന് അത്രയും വിഷമമേറിയ ഒരു സന്ദർഭത്തിൽ എങ്ങനെ നമുക്ക് സഹായിക്കാൻ കഴിയുക? അപ്പോൾ രണ്ട് കാര്യത്തിൽ ഞാനൊന്ന് ക്ഷണിച്ചുകൾ അവസാനിപ്പിക്കാം. നമുക്ക് വേറെ പത്രസമ്മേളനമുണ്ട്. ഒന്ന് 22-ാം തീയതി നാളെ നമ്മൾ ടൗൺ ഹാളല്ലേ, ടൗൺ ഹാളിൽ 3 മണി സഖാവ് K. പ്രകാശ് ബാബുവാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആദ്യകാല തൊഴിലാളി നേതാക്കളെ PP സുനീർ MP ആദരിക്കും നാളെ. പിന്നെ 31-ാം തീയതി PWD ഓഡിറ്റോറിയത്തിലാണ്, റെസ്റ്റ് ഹൗസ് കോമ്പൗണ്ടിലുള്ള ഓഡിറ്റോറിയത്തിലാണ്. അത് ഉദ്ഘാടനം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് മെമ്പർ AITUC ലീഡർ കൂടിയാണ് രാമകൃഷ്ണ പാണ്ഡെയാണ്. അതൊന്ന് നോട്ട് ചെയ്യണം. 1-ാം തീയതി രാവിലത്തെ അത് വലിയ സമ്മേളനമാണ്. അത് ഉദ്ഘാടനം ചെയ്തത് അമർജിത് കൗറാണ്. 2-ാം തീയതിയിലെ യുദ്ധവിരുദ്ധ സമ്മേളനം, സാമ്രാജ്യത്വ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി AITUCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്, ഓൾ ഇന്ത്യ തൊഴിലാളി നേതാവാണ്. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത്തരം പരിപാടികൾ ഒന്ന് പ്രത്യേകമായി ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് ആ പ്രോഗ്രാം നോക്കാൻ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക. ശിവാനന്ദ പറഞ്ഞ അവസരം ഞാൻ 2 കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഒന്ന്, ഈ സമ്മേളനം അഥവാ ദേശീയ ജനറൽ കൗൺസിൽ യോഗം ആദ്യമായിട്ടാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. ഈ ജനറൽ കൗൺസിൽ യോഗം നടക്കുന്ന ഈ സന്ദർഭത്തിൽ തൃശ്ശൂരിലെ AITUC പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഓർമ്മിപ്പിക്കുന്നത് കൊച്ചി രാജ്യത്തെ ആദ്യത്തെ തൊഴിലാളി സംഘടന ലേബർ ബ്രദർഹുഡ് അത് രൂപീകരിച്ചതിന്റെ 90-ാം വാർഷികമാണ്. ഈ സന്ദർഭം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന 2 കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു കാര്യം പത്രപ്രവർത്തകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതാണ്, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഒന്ന്, തൊഴിൽ സംഹിത